നമസ്കാരം, വിഹാൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ബാക്കിൽ കാണുന്ന ഈ വോൾവോ 9600ന്റെ വണ്ടിയാണ്. ട്രിവാൻഡ്രം ടു കൊല്ലൂർ മൂകാംബിക പോകുന്ന വണ്ടിയാണ്. നമ്മൾ പയ്യന്നൂരിലേക്ക് പോകാൻ പോകുന്ന ഈ വണ്ടിയിലാണ്. സോ KSRTCന്റെ പുതിയൊരു വണ്ടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. മൾട്ടി ആക്സലാണ്, സീറ്ററാണ്. എന്ത് നീളാണ് നോക്കൂ. ലൈക്ക് ഈ കളർ തീമും ആ ഒരു ഓറഞ്ച് വൈറ്റും ഗ്രീനും അല്ലേ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ആ ഫ്രണ്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടും ഒരു നല്ലൊരു എന്താ പറയുക, ഒരു പ്യോർ എലഗൻസും നല്ലൊരു രസമുണ്ട് സാധനം കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ഡ്രൈവർ ഇരിപ്പുണ്ട്, നമുക്ക് മേലെ കൂടെ കാണാം. ഇത് ആക്ച്വലി ഈ ഒരു ഷേപ്പ് നമ്മുടെ സ്കാനിൻ്റെ ബസ്സില്ലേ, നമ്മുടെ സ്കാനിൻ്റെ അവിടെ ഒരു ബസ് കിടപ്പുണ്ട്, മഹാരാജേൻ്റെ അതേ ഒരു ആ മഹാരാജേൻ്റെ ബസ് ഉണ്ടല്ലേ, സെയിം ആ ഒരു ഗരുഡ മഹാരാജേൻ്റെ സെയിം ഷേപ്പിൽ വരുന്ന പോലെ തോന്നുന്നു. സ്കാനിൻ്റെ ബസ്സിൽ ആക്ച്വലി ഈ ഒരു ബ്ലാക്ക് എലമെൻ്റ് അല്ലേ ഈ വോൾവോ ചെയ്തിട്ടുള്ളത്, സെയിം, ബാക്കിയൊക്കെ സെയിം ആണ്. എന്ത് രസമാണ്, എന്ത് ലൈക്ക് ആ ഒരു ലെങ്ത് കാണുമ്പോൾ തന്നെ ഒരു നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഡീസൽ എഞ്ചിൻ ഉണ്ട്. നമുക്ക് എഞ്ചിൻ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം. ആദ്യം നമുക്ക് ഡിസൈൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആ ഒരു നെറ്റിപ്പട്ടും പിന്നെ ആ ഒരു KSRTCൻ്റെ 2 ചെണ്ടിയും. വണ്ടി കുറച്ച് ചളി പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, ഇപ്പം റൂട്ടിന് പോയിട്ട് വന്നിട്ടായില്ലേ. പിന്നെ എന്താ ആ ഒരു ഭംഗി, എന്തൊരു ഭംഗി ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും റെഡ് കളർ സീറ്റ്സ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അകത്തുനിന്ന് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാമല്ലോ. എന്തായാലും ഒരു 12 hours ജേർണി ഉണ്ട്. ഇപ്പം സമയം ഏകദേശം 1:25 ആയിട്ടുണ്ട്. ട്രെയിൻ എന്നാണ് പറയുന്നത്. ഈ ബസ് ഏകദേശം 2:15 ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് എടുക്കും. പയ്യന്നൂർ രാത്രി 2:15 എത്തും. ഇവിടുന്ന് ആക്ച്വലി കൊല്ലൂരിലേക്ക് വരുന്ന റേറ്റ് 1800 ആണ്. എനിക്ക് 1306 റുപ്പീസായി ട്രിവാൻഡ്രം ടു പയ്യന്നൂർ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം 1300 രൂപയ്ക്ക് ഇത് വർത്താണോ അല്ലയോ ഒന്ന്. ഇവിടെ ടയറിൻ്റെ പ്രഷർ ഗേജുണ്ട്. 110 PS മിഷ്ലിൻ ടയേഴ്സ് ആണെന്ന് തോന്നുന്നു വെച്ചിട്ടുള്ളത്. യെസ്, മിഷ്ലിൻ ടയേഴ്സ്. എത്ര വലിയ വണ്ടികളല്ലേ ആക്ച്വലി. എന്ത് ലൈക്ക് ഇത് എത്ര ലിറ്റർ ഫ്യൂൾ ടാങ്ക് അവിടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 350 സംതിങ് ആയി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഏകദേശം ഒരു 37,000 റുപ്പീസിന് സംതിങ് ആയി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് 400 ലിറ്റേഴ്സ് ആയിരിക്കും ടാങ്ക് കപ്പാസിറ്റി ഉണ്ടാവുക. ഏതായാലും നല്ല രസമുണ്ട്. ലെറ്റ്സ് എക്സ്പീരിയൻസ് ദിസ് ബീസ്റ്റ്. നോക്കാം. എന്തായാലും KSRTC പുതിയ വണ്ടി ഇറക്കിയതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ മുമ്പേ ഞാൻ പോയിക്കൊണ്ടിരുന്ന മറ്റേ സ്കാനിയുടെ വണ്ടിയിലാണ്. സ്കാനിൻ്റെ മഹാരാജാൻ്റെ വണ്ടിയായിരുന്നു. ഇനി നമുക്ക് പുതിയതായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവുന്നു, കംഫർട്ട് ലെവലൊക്കെ നോക്കാം. മൾട്ടി ആക്സിലാണല്ലോ, ഏകദേശം 12 മണിക്കൂർ യാത്രയുണ്ട്. ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 1:55 ആവാനായി. 2:15 ഈ ബസ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പം നേരെ ബസ് ക്ലീനിങ് ബൂത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ക്ലീനാക്കിയോ, വാട്ടർ വെച്ച് ക്ലീൻ ആക്കിയിട്ടില്ല, വെള്ളം വെച്ചിട്ട് ഇങ്ങനെ. എനിക്ക് തോന്നുന്നു അകത്തത്തെ ഇൻറ്റീരിയർ ക്ലീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്ലാസ്സൊക്കെ തുടക്കുന്ന നേരത്തെ കണ്ടായിരുന്നു. അപ്പം ക്ലീൻ ചെയ്തിട്ട് ഒരു 2:10 2:15 ആകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ എത്തുമായിരിക്കും, പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുമായിരിക്കും വണ്ടി. എങ്ങനെയായിരിക്കും പരിപാടി. ഇപ്പോൾ ഏതായാലും സമയം 1:55 ആയിരിക്കുകയാണ്. വണ്ടി ക്ലീനിങ് ഷെഡിലാണുള്ളത്. KSRTCന് അതേപോലെ പുതിയ ലിങ്ക് ബസ്സും ഉണ്ട്, ഇവിടെ കിടപ്പുണ്ട്. ലിങ്ക് ബസ്സും കണ്ടു. അതിൻ്റെ തൊട്ട് സൈഡിൽ വേറെ ഒരു റെഡ് കളർ, എനിക്ക് തോന്നുന്നു നോർമൽ ബസ്, ഫാസ്റ്റ് പാസഞ്ചർ, പ്രീമിയം ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. ഈ ലിങ്ക് ബസ് കാണാൻ നല്ല രസമില്ലേ, നല്ലൊരു എടുത്ത് നിൽക്കുന്ന കളർ, ലെമൺ യെല്ലോ, ഫ്ലൂറസെൻറ്റ്, ബ്ലൂ എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു പ്രത്യേക കളർ, നല്ല എടുത്ത് നിൽക്കുന്നുണ്ട് സാധനം. സമയം 2:15 കഴിഞ്ഞ് 2:20 ആവാനായി. ഇതുവരെ ഈ പ്ലാറ്റ്ഫോമിലോ ആ പ്ലാറ്റ്ഫോമിലോ എന്തോ ആണ് വണ്ടി വരേണ്ടത്. ഞാനൊന്നും കൂടി പോയി കൺഫേം ചെയ്ത്. KSRTCന് മെസ്സേജ് സാധാരണ വരാറുണ്ട്, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വണ്ടി സ്റ്റിൽ അവിടെ ക്ലീനിങ് ബൂത്തിൽ വെച്ചിട്ടായില്ലെന്ന് തോന്നുന്നു. ഇത് എവിടെ നിന്ന് കാണുന്നു, ആ കാണുന്ന ബസ്സാണ് നമ്മളെ ബസ്. ഇതുവരെ ക്ലീനിങ് ബൂത്തിലുണ്ട്. അത്ര സമയം 2:20 ഇറ്റ്സ് ലേറ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊള്ളായല്ലോ. സമയം ആക്ച്വലി ഇപ്പം 2:25 ആയിട്ടുണ്ട്. അവരിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, വണ്ടിയിൽ വാട്ടർ വാഷൊക്കെ ചെയ്ത് വൃത്തിയായിക്കൊണ്ടിരിക്കുക. ആ വണ്ടി ഇതുവരെ ഇറങ്ങിയിട്ടില്ല അവിടെ നിന്ന്. ആ കാണുന്ന വണ്ടി വരണം. സമയം ഓൾറെഡി ദേ ആർ 10 minutes ലേറ്റ്. ഇങ്ങനെ സമയം 2:40 ആവാൻ പോകുന്നു. വണ്ടി അങ്ങനെ ഫൈനലി ക്ലീനിങ് ബൂത്തിൽ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് വരികയാണ്. ഏകദേശം 20 മിനിറ്റ്സോളം ലേറ്റ് ആയിട്ടുണ്ട്. 2:15 സ്റ്റാർട്ട് ചെയ്യേണ്ട ബസ്സാണ്. ഇപ്പോൾ 2:30 കഴിഞ്ഞ് 2:40 ആവാൻ പോകുന്നു. ഏകദേശം 20 മിനിറ്റ്സോളം വണ്ടി ലേറ്റാണ്. ഇനി വണ്ടി അവിടെ എത്തി പാസഞ്ചേഴ്സിനെ കയറ്റി തിരിച്ച് പോകണം. എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ഹാഫ് ആൻ അവർ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ടാവും. ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ കുഴപ്പമില്ല. 30 മിനിറ്റ്സ് അല്ലേ, സഹിക്കാം. ഇതിങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ആ ഡ്രൈവർ നല്ല സ്കിൽഫുള്ളായിട്ട് വളച്ചെടുത്തിരിക്കുകയാണ്. ആ വരുന്ന വിരവ് ഉണ്ടോ,
ആ ഒരു ഫ്രണ്ടിൻ്റെ DRL പൊസിഷനും DRLും സിഗ്നലെല്ലാം ഒരുമിച്ചാണ്. ആ വരവ് കണ്ടോ, ഇനി വന്നിട്ട് പ്ലാറ്റ്ഫോമിലെത്തി നമ്മളെ പാസഞ്ചേഴ്സിനെ എല്ലാവരും കയറ്റും. ആ ഒരു വരവ് കണ്ടോ, സോ ഹ്യൂമങ്കസ്. ആ വരുന്ന വരവ് തന്നെ ഐരാവത്തിൻ്റെ ഒരു ഇതുണ്ട്. ബാക്കിൽ അതേപോലത്തെ സെയിം സീറ്റർ ഉണ്ട്. അതെങ്ങോട്ടേക്കാണ് അറിയില്ല, ആ റൂട്ട് എങ്ങോട്ടേക്കാണ് അറിയില്ല. ഇതേതായാലും ബാംഗ്ലൂർ റൂട്ടാണ് തോന്നുന്നു. ഗൈസ്, നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്ന ബസ് ബാംഗ്ലൂർ റൂട്ടിൻ്റെ ബസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ ബസ് അതാണെന്ന്. ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ. നമ്മൾ വിചാരിച്ചത് എന്ത്, നടന്നത് എന്ത്, ആ ബസ്സായിരുന്നില്ല നമ്മളെ ബസ് ഇതേ കിടക്കുന്നു. ഇത് ഇപ്പം മൂകാംബികയിൽ നിന്ന് ഓടി വന്ന ബസ്സാണ്. ഇതാണ് നമുക്കിനി പോകേണ്ടത്. സമയം 2:45. ഇനി ഈ വണ്ടി ക്ലീൻ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടുന്ന്. ഓക്കേ, അപ്പം മനസ്സിലായില്ലേ? എന്തായാലും അരമണിക്കൂർ പ്ലസ് ഏകദേശം 1 മണിക്കൂറോ 3:15 നമ്മളിവിടുത്തെ കാലം. ഇതങ്ങനെ 3:09 ആകുമ്പോൾ KSRTCൻ്റെ മെസ്സേജും വന്നു. പിന്നെ KSRTCയിൽ ഈ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്തു. ഇനി നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കുകയെന്ന്. സമയം 3:10 പോകുന്നു. 2:15 എടുക്കേണ്ട ബസ്സാണ്. എത്ര മണിക്ക് ഇവിടെ നിന്ന് എടുക്കും നോക്കാം. ഗൈസ്, അങ്ങനെ ഫൈനലി സമയം ഏകദേശം 3:15, കൃത്യം 1 മണിക്കൂറിന് ശേഷം നമ്മളെ പുതിയ KSRTCൻ്റെ സ്വന്തം വോൾവോ 9600 മൾട്ടി ആക്സൽ ട്രിവാൻഡ്രം മൂകാംബിക ബസ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് ലുക്കാ നോക്കൂ, എന്തൊരു നീളമാണ് ശരിക്കും ഈ ഒരു ബസ്സിന് ബാക്കി എല്ലാ ബസ്സിനും വെച്ച് നോക്കുമ്പോൾ അല്ലേ. ശരിക്കും ആ ഒരു ലെങ്ത്ത്, ആ ഒരു മൾട്ടി ആക്സലൊക്കെ അറിയുന്നുണ്ടോ? അവിടെ ഇത് സിംഗിൾ സ്റ്റിയറിംഗ് ആണ്. അവിടുത്തെ ആ ഒരു ടയറും കൂടി ചെരിയുന്നുണ്ടോ? ഇത് ടേണിംഗ് റേഡിയസ് കുറക്കാൻ സഹായിക്കും. എന്ത് വലുപ്പമാണ് നോക്കൂ, എന്ത് ലൈക്ക് ആ ഡ്രൈവറിൻ്റെ ആ ഒരു സ്കില്ല്. ഇത്രയും ലെങ്ത്തുള്ളൊരു 15 മീറ്റേഴ്സ് ലോങ് ആണ്. ഇതൊരു 8000 cc 350 bhp 1300 Nm ടോർക്ക് വരുന്ന ഒരു 8000 ലിറ്റേഴ്സിൻ്റെ മാസ് 15 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന 55 സീറ്റർ വോൾവോ 9600 ആണ് KSRTC സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 3:15, 1 മണിക്കൂറിന് ശേഷം നമ്മളെ ബസ് പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. കണ്ടതിന് ശരിക്കും പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പോലും കയറാൻ പറ്റുന്നില്ല, ലെങ്ത് അത്രയും ഉണ്ട്. ഇനി ഏതായാലും നമുക്ക് ബസ്സിൻ്റെ അകത്ത് കയറി കാഴ്ചകളാണോ. ഗൈസ്, അങ്ങനെ നമ്മൾ വോൾവോൻ്റെ കയറിയിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നോക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ സീറ്റ് ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ സീറ്റ് 29. ഇതുണ്ടോ ലൈറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ലഗേജ് വെക്കാനുള്ള, അത്യാവശ്യം ലഗേജ് വെക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട്. ഈ ഒരു ലെങ്തിലുള്ള ബാഗ് വെക്കാം. ഇതാണ് ബാക്കിലേക്കുള്ള സംഭവം. പിന്നെ ഇങ്ങനെ ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു വൈറ്റ് ട്യൂബ് പോലെ. 55 സീറ്ററാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്. ഇങ്ങനെ വേണം കാണാം, നല്ല രസമില്ല. ഒരു ബ്ലാക്കും റെഡ് ടീം വരുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. കളർ കോമ്പിനേഷൻ കൊള്ളാം, ബട്ട് ഇറ്റ്സ് സബ്ജക്റ്റീവ്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. സീറ്റും കൊള്ളാം, കൊണ്ട് നോക്കാം. കണ്ടോ, നല്ല റിക്ലൈനൊക്കെ കൊടുക്കാം. നമുക്കിവിടെ ബട്ടൺ ലൈറ്റ്, ഇവിടെ ലൈറ്റിന് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കർട്ടൻസ് ഒക്കെ ഇവിടെ ഡൗൺ ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് കുറച്ചും കൂടി കൂട്ടാം. ഇത് കണ്ടോ, ഇത്രയും ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഞാൻ 6'2" ആണ്, എന്നിട്ടും എനിക്ക് ഇത്രയും ലെഗ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ലെഗ് റെസ്റ്റ് വരുന്നത്. ലെഗ് റെസ്റ്റും അത്യാവശ്യം നല്ല യൂസബിളാണ്. തൈ സപ്പോർട്ട് അങ്ങനെ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല, അത് മേ ബി എൻ്റെ ഒരു ഹൈറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും. പിന്നെ ഇതുണ്ടോ, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല ലെഗ് റൂം ഉണ്ട്. പിന്നെ ബെഡ് റൂം ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ, ഒരു വലിയ ലാർജ് വിൻഡോ ഏരിയ ഉണ്ട്. പിന്നെ എന്തൊക്കെയല്ലേ, ഇതാണ് നമ്മളെ സീറ്റ്. ഈ ഒരു ലെഗ് റെസ്റ്റ് റിക്ലൈൻ ചെയ്യേണ്ടത്. ഇതിങ്ങനെ താക്കാം പൊക്കാം. പിന്നെ ഇവിടെ ഒരു മാഗസീൻ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. പിന്നെ നമ്മളെ വാട്ടർ ബോട്ടിലുണ്ട്. ഇത് അവർ തന്നെയല്ല, നമ്മൾ തന്നെ വാങ്ങിക്കുന്നതാണ്. എമ്യൂണിറ്റീസ് ആയിട്ട് അവരൊന്നും തരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് കേട്ടോ ചാർജിങ് വരുന്നത്. ഇവിടെ USB 3.0 ചാർജറും ഉണ്ട്. പിന്നെ USB-C ചാർജറും ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ മോഡേൺ ടൈപ്പ് സാധനങ്ങളും രണ്ടും കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 2 സീറ്റിലും ഇല്ല. ഈ 2 പാസഞ്ചേഴ്സിനായിട്ട് ഒരു കോമൺ ചാർജിങ് പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു മൂകാംബിക ബസ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു ഒരു തീർത്ഥാടനം പാട്ടുണ്ട്.
ഏതായാലും ഒരു നല്ലൊരു ജേണിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാവട്ടെ. ഇങ്ങനെ സമയം ഇപ്പം 3:40 ആൻഡ് ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തമ്പാനൂരിൽ നിന്ന് 2:15 സ്റ്റാർട്ടാവേണ്ട ബസ്സാണ്. 3:40 സ്റ്റാർട്ട് ചെയ്യുന്നു. ബസ് ഏകദേശം ഫില്ലല്ല, ഒരു 10 സീറ്റ്സ് മാത്രമേ ഫില്ലായിട്ടുള്ളൂ. ഇനി ഫില്ലാവുമായിരിക്കും. പൂജ ടൈമല്ലേ, നല്ല ഡിമാൻഡുള്ള ടൈമല്ലേ. ഇന്നേക്ക് എനിക്കായ റേറ്റ് 1306 ആണ്. ഞാൻ നാളത്തെ ഡേറ്റ് നോക്കിയായിരുന്നു. നാളെ 1500 പൂജ സമയത്തിൻ്റെ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ഇവിടെ നമുക്ക് AC-ൻ്റെ ഫ്ലോ ഒക്കെ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പാട്ട് ഓക്കെ നോക്കാം. ഇതിങ്ങനെ ഗോൾഡൻ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇപ്പം മറ്റേ ട്യൂബ് ലൈറ്റൊക്കെ ഓഫ് ആക്കി ഗോൾഡൻ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ റിക്ലൈനൊക്കെ കാണാം. ഇവിടെ ഒരു പുഷ്പം നമ്മൾ ഈ സീറ്റ് റെസ്റ്റും കൂടി ഇവിടെ ഈ ലെഗ് റെസ്റ്റും കൂടി ഓപ്പൺ ആക്കി ഇവിടെ ഇത്ര നമ്മൾ ലെഗ് റെസ്റ്റ് വന്നു. ഇത് കാണാനില്ലെങ്കിൽ ഇത്ര നമ്മൾ ഏകദേശം ലെഗ് റെസ്റ്റ് വന്നു. ഇത്ര നമ്മൾ ഏകദേശം ലെഗ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ലെഗ് റെസ്റ്റ് നേരെ ഇങ്ങനെ കിടക്കാം. ഈ ഒരു വ്യൂവിൽ കിടക്കാം. സുഖമായിട്ടിങ്ങനെ കിടന്നു റൈറ്റ് നല്ല വ്യൂവൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വീലൊക്കെ ഇങ്ങനെ അടിച്ച് നല്ല രസമുണ്ടാവും. ഗൈസ് അങ്ങനെ സമയം 9:35 കഴിഞ്ഞിരിക്കുകയാണ്. ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 hours and 15 minutes ആയിരിക്കുകയാണ്. നമ്മളെ ബസ് ഇത് ഇവിടെ നമ്മളിപ്പം എറണാകുളത്തിന് അടുത്താണ്. ഹരിപ്പാടൊക്കെ കഴിഞ്ഞ് ഒരു സ്പോട്ടിൽ നിൽക്കുകയാണ്. ആലപ്പുഴയാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ സ്ഥലം നോക്കിയില്ല. നമ്മളെ ബസ് ഇത് നല്ല നൈസായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമായി. ഈ രാത്രി ഈ ലൈറ്റ്സൊക്കെ ഓണാക്കി റിഫ്ലക്റ്റേഴ്സ് പോലത്തെ ലൈറ്റൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് സാധനം കാണാൻ വേണ്ടിയിട്ട്. ഇതുവരെയുള്ള ജേർണീൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല ഒരു കംഫർട്ടുണ്ട്. പിന്നെന്താ കൊള്ളാം, സംഭവം കൊള്ളാം. ഒരു KSRTCൻ്റെ ഇത്രയും ഹൈപ്പൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടും നല്ലൊരു വണ്ടി എനിക്കിഷ്ടമായി. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ടുണ്ട്. നമ്മൾ ഇത്രയും മണിക്കൂർ ഇരുന്നിട്ടും ഉറങ്ങാൻ പറ്റി നല്ലോണം. കുലുക്കൊന്നും അധികം അറിയുന്നില്ല. ഒരു നമ്മളെന്താ പറയുക, ഒരു സോഫിൽ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന പോലെ ഫീലുണ്ട്. നല്ലൊരു കംഫർട്ട് ഉണ്ട്. എനിക്ക് ശരിക്കും കംഫർട്ട് ലെവൽ നല്ലോണം ഇഷ്ടമായി. പക്ഷേ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ എനിക്ക് എൻജിൻ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. അത്യാവശ്യം എൻജിൻ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. സ്കാനിൻ്റെ വണ്ടി ഉണ്ടോ ഇതിനേക്കാളും എൻജിൻ സൗണ്ട് ബെറ്റർ ആയിരുന്നു. എനിക്കത് തോന്നുന്നത് സ്കാനിൻ്റെ വണ്ടിയുടെ എൻജിൻ സൗണ്ട് സൂപ്പറായിരുന്നു. ലൈക്ക് നമ്മളധികം നല്ല ഇൻസുലേറ്റഡ് ആയിരുന്നു ക്യാബിൻ. ഇത് പക്ഷേ നല്ല സൗണ്ട് ഉണ്ട്. പിന്നെന്താ സമയം നല്ല ലേറ്റാണ് വണ്ടി. ഏകദേശം നല്ല 1 മണിക്കൂർ തന്നെയാണ് സ്റ്റാർട്ടിങ് ടൈം. 1 മണിക്കൂറേ ലേറ്റ് ആയിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഇനി എത്ര മണിക്കാണോ പയ്യന്നൂർ എത്തുക? 2:15 പയ്യന്നൂർ എത്തേണ്ട സമയം. ഇനി എന്താവോ അറിയില്ല, നമുക്ക് നോക്കാം. ഇതങ്ങനെ ഫൈനലി നമ്മളെ ബസ് ഇവിടെ പയ്യന്നൂർ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പം നോക്കുവാണെങ്കിൽ 7:10. 2:15 ബസ്സായിരുന്നു. ഇപ്പം 7:15 എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ പോന്നു. എനിവേസ് ഇറ്റ് വാസ് ഗുഡ് ജേർണി. പയ്യന്നൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. എനിവേസ് ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇപ്പോൾ സമയം ഏകദേശം 7:10 2:15 വരേണ്ട ബസ്സാണ്. പക്ഷേ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് 7:15. അതായത് 3:15, 4:15, 5:15, 6:15, 7:15. 5 മണിക്കൂറാണ് നമ്മൾ ഏകദേശം ലേറ്റ് ആയിട്ടുള്ളത്. 1 മണിക്കൂർ അവിടെ നിന്ന് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. 4 മണിക്കൂർ നമുക്ക് കൂട്ടാം. പിന്നെ ഇനി ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ജേർണി വാസ് ഫിനോമിനൽ. ഒരു രക്ഷയില്ല. അതിൻ്റെ കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. നമുക്ക് ഈ എന്താ പറയുക, ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീലായിരുന്നു. നല്ല സോഫ പോലത്തെ സീറ്റായിരുന്നു.
എല്ലാം സൂപ്പറായിരുന്നു. നമുക്ക് ശരിക്കും ആ എന്താ പറയുക, നല്ലൊരു ഫീൽ കിട്ടി. നല്ല കംഫർട്ട് ലെവലായിരുന്നു. സസ്പെൻഷൻ സൂപ്പറായിരുന്നു, ഒന്നും പറയുന്നില്ല. നമുക്ക് ഓരോ കുണ്ടും കുഴിയും, ഇപ്പം പയ്യന്നൂരുകാർക്കറിയാം, നമ്മൾ പഴയങ്ങാടി KSTP റോഡായാലും പിന്നെ കണ്ണൂരിൽ നിന്ന് വരുന്ന റോഡായാലും നല്ല പൊട്ടിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ഭാഗത്തായാലും നല്ല കുറച്ച് ആ മോശം പാച്ചിലേക്കാർക്ക് നമുക്ക് റോഡിലേക്ക് കാണാം നല്ല മോശം പാച്ചാണെന്ന്. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ലെവൽ ഓഫ് റോഡായിരുന്നു. ലൈക്ക് അതിൻ്റെ സസ്പെൻഷൻ ലെവലിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. ക്യാബിൻ നോയ്സ് നല്ലോണം ഉണ്ട്. നമ്മളെ സ്കാനിന് അത്ര ഇൻസുലേറ്റഡ് ആയിരുന്നില്ല. ആ ഒരു സൈലൻറ്റ് ക്യാബിൻ അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ എന്താ പറയുക, 8000cc എൻജിൻ അല്ലേ 8000cc ട്വിൻ സിലിണ്ടർ എൻജിൻ ആകുമ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കില്ല. എനിവേസ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. 4 മണിക്കൂർ ലേറ്റ് ആയാലും 5 മണിക്കൂർ 4 മണിക്കൂർ ലേറ്റ് ആയാലും ആ ഒരു ജേർണി വെറുതായി തോന്നി. നല്ലോണം ഉറങ്ങാൻ പറ്റി. അതിൻ്റെ നല്ലൊരു കംഫർട്ടിൻ്റെ സൈനാണല്ലോ. എനിവേസ് താങ്ക് യു KSRTC, താങ്ക് യു എവരി വൺ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും യാത്ര ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് വിഹാൻ വ്ലോഗ് സൈനിങ് ഓഫ്. താങ്ക് യു.